ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ടേം 2023-24 അഥവാ ഈ വർഷത്തെ ഇപ്പോൾ കഴിഞ്ഞു പോയ എക്സാമിൻ്റെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും നമുക്ക് എന്തൊക്കെയാണ് ആൻസേഴ്സ്, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇക്രൽ ഫിക്രൽ ആത്തിയ വാജിബൻ അസില. താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ സെയിം ഫിക്ര നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും പറഞ്ഞതാണ്. എങ്കിലും നമുക്കൊന്ന് വായിക്കാം. ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ സ്വദീഖുഹു ഫി ആർ സലാസത്ത് അയ്യാം. വജദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദീഖഹു അസീനൻ ഫഖാല ലാ തഹ്സൻ ഇന്നല്ലാഹ മാനാ വകാനത്ത് അസ്മാ റളിയല്ലാഹു അൻഹാ തഅതി ബിത്ത്വാം സലാസ ലയാലിൻ ഫിൽ ആർ. അപ്പോൾ ഈ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഇനി എന്തൊക്കെയാണ് ഇതിലെ ചോദ്യങ്ങൾ എന്ന് നോക്കാം. മാലി എൽബസു. എൽബസു എന്നതിൻ്റെ മാലിയാണ് എഴുതേണ്ടത്. എൽബസു എന്ന് പറഞ്ഞാൽ മുതാരിയാണ്, അതിൻ്റെ മാലി എന്താണ്? ലബിസ. ഓക്കെ, ഇനി ലിദ്ദു മസ്റൂർ. മസ്റൂർ എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷം എന്നതിൻ്റെ ലിദ് ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഹസീൻ. എന്താണ്? ഹസീൻ. മൂന്നാമത്തെ നോക്കൂ, മുഫ്രദ് അസ്തിക്കാ. അസ്തിക്കാ എന്നതിൻ്റെ മുഫ്രദ് ഏകവചനമാണ് എഴുതേണ്ടത്. എന്താണ് അസ്തിക്കാ എന്ന് പറഞ്ഞാൽ? കൂട്ടുകാർ. അപ്പോൾ അതിൻ്റെ മുഫ്രദ് എന്താണ്? സ്വദീഖ്. ഇനി നാലാമത്തെ നോക്കൂ, ജം ഉ യൗമ്. യൗമ് എന്നതിൻ്റെ ജം ആണ് എഴുതേണ്ടത്. യൗമ് എന്നുള്ളത് ഏകവചനമാണ്, അതിൻ്റെ ബഹുവചനം എന്ന് പറയുന്നത് അയ്യാം. എന്താണ്? അയ്യാം. ഇനി അഞ്ചാമത്തെ ചോദ്യം, കം യോമിൻ ലബിസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ആർ. എത്ര ദിവസമാണ് നബി ആ ഒരു ഗുഹയിൽ താമസിച്ചത്? എത്ര ദിവസമാണ്? സലാസത്ത് അയ്യാം, 3 ദിവസമാണ്. ആറാമത്തെ ചോദ്യം, മൈ യത്തി ബിത്ത്വാം ഇലൽ ആർ. ആരാണ് ആ ഗുഹയിലേക്ക് ഭക്ഷണവുമായി വന്നത്? ആരാണ്? അസ്മാ റളിയല്ലാഹു അൻഹ. ഓക്കെ, ഇത്രയുമാണ് ഈ ഒന്നാമത്തെ സെക്ഷൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇനി അജ്ബൻ ഇസ്നൈനി ഫക്കത്ത്. ഏതെങ്കിലും 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്, 7 മുതൽ 9 വരെയുള്ളതിലെ. ഏഴാമത്തെ ചോദ്യം, ഇക്രത് അത്തസ്രീ വഖ്തശബ് സത്രൽ മുനാസിബ ഫിൽ മാന. ഈ ഒരു ഇത് വായിച്ചിട്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള സത്തർ വരി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അർ റജുലു കരീമുൻ യുക്രിമു സൗജത്തുഹു വയദ് ഉല്ലാഹി തആല ലിഹൈരിഹ. ആരാണോ ഭാര്യയോട് ബഹുമാനം പ്രകടിപ്പിക്കുന്നത് അവർക്ക് എന്താണ്? അവരിൽ അള്ളാഹു ഹൈറ് നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള വരി എന്ന് പറയുന്നത് വൈ അഗ്ലാമി മക്കാനത്തിഹ വയദ് ഉല്ലാഹി യർആഹ എന്നുള്ള വരിയാണ്. എട്ടാമത്തെ ചോദ്യം, കമ്മിലിബിൽ മുനാസിമ മിമ്മാമിൽ കൗസേൻ. എന്താണ്? താഴെയുള്ള ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. കാല രാജു. രാജു പറയാണ്, ഉംരി തിസ് ആഷറ. എൻ്റെ വയസ്സ് എത്രയാണ്? തിസ് ആഷറ, 19. എന്താണ് അവിടെ? ആമൻ എന്നാണോ സെനത്തൻ എന്നാണോ വരേണ്ടത്? ഇവിടെ എന്താ വരിക? ആമൻ എന്നാണ് വരേണ്ടത്. ഓക്കെ, ആമൻ എന്നാണ് വരേണ്ടത്. അല്ലെങ്കിൽ തിസ് അഷറത്ത എന്ന് വരണം. ഇവിടെ തിസ് അത്ത അഷറ എന്നാണ്. അപ്പോൾ അവിടെ ആമൻ എന്ന് എഴുതണം, സെന എന്ന് എഴുതാൻ പറ്റില്ല. ഇനി നോക്കൂ, കാല നാസിർ. നാസിർ പറയാണ്, ഉംബ്രി എൻ്റെ വയസ്സ് ഡേഷ് സെനത്തൻ. എത്രയാണ്? സബ് ആഷറ, സബ് ആഷറ, സബ് ആഷറ. എത്രയാണ്? ഇവിടെ സെനത്തൻ എന്നാണ്. അപ്പോൾ അവിടെ സബ് ആഷറത്ത, താക്കാണ്, അഷറക്കാണ് എന്ത് വരേണ്ടത്? മുഅന്നസ് വരേണ്ടത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യം നോക്കൂ, ഇക്ര സുത്തൂർ വാക്തശബൽ മുത്രാദിഫാത്തിൽ കലിമത്തി താലിയ ആമൻ ഫിൽ മിസാൽ. താഴെ തന്നിട്ടുള്ള വരികളിൽ നിന്ന് മുത്രാദിഫുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഓപ്പോസിറ്റ്, അതിന് സെയിം മീനിങ് വരുന്ന വാക്കുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കുൻ ജമീല യാ ഫത്ത തെറൽ കൗനി ജമീല തഫ് അലൽ ഹയ്യ അബ്തിസിം വൽ ഹയാത്തുൽ മലിഅ ബിൽ ജമാലി വന്യാമ വൽ അമാനി അൽ മുലിഅ. മിസാൽ, റായ എന്നതിൻ്റെ മുത്രാദിഫാണ് ജമീൽ എന്നുള്ളത്. റായ എന്ന് പറഞ്ഞാൽ മനോഹരം, ജമീൽ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, മനോഹരം എന്ന് തന്നെയാണ് അർത്ഥം. അടുത്തത് ആലം. ആലം എന്ന് പറഞ്ഞാൽ അലോകം. അതിന് വരുന്ന വേറൊരു പദം ഏതാണ് ഇതിലുള്ളത്? കൗൻ എന്നുള്ളതാണ്, കൗൻ. ഇനി ഈശത്ത്. ഈശത്ത് പറഞ്ഞാൽ ജീവിതം. ജീവിതം എന്നതിന് സെയിം അർത്ഥം വരുന്ന പദമാണ് ഹയാത്ത് എന്നുള്ളത്, ഹയാത്ത്. ഷാബ്. ഷാബ് എന്ന് പറഞ്ഞാൽ യുവാവ്. അതേ അർത്ഥം വരുന്ന വാക്കാണ് ഫത്ത എന്നുള്ളത്. ഇനി തമന്നിയാത്ത്. തമന്നിയാത്ത് എന്നതിൻ്റെ അർത്ഥം വരുന്നതാണ് അമാനി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ 3ാമത്തെ സെക്ഷൻ നോക്കൂ, അജിബൻ സിത്തത്ത് ഫക്കത്. ഏതെങ്കിലും 6 എണ്ണത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്, 10 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ. 10ാമത്തെ ചോദ്യം, വഫിക് ബൈനൽ കൗനി വക്കായിൽ. ആരാണോ ഇത് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, അതാണ് കണ്ടെത്തേണ്ടത്. ഇന്ന അബാക്ക കദ് ദഹബ ബിൽ മാൽ. ആരാ പറഞ്ഞത്? ഇത് അബൂ കുഹാഫയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഹന. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹു തറക്കലന മാലൻ ഗഫീറൻ. ഇതാരാ പറഞ്ഞത്? അസ്മാ ബിൻ അബീ ബക്കർ. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം നോക്കൂ. ആദ വാലിദ് ഫുആദ് മിൻ ദുബൈ വഅതാഹു സാഹത്ത ദക്കിയ.
ഹദിയ എന്താണ് നമ്മുടെ ഫുആദിൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നു. അപ്പോൾ അവനക്ക് ഒരു സ്മാർട്ട് വാച്ച് ഗിഫ്റ്റായിട്ട് കൊടുത്തു. സ്വാറ ഫുഹാദ് ഫി കിമ്മത്തിൽ ഫറഹ്, അവന് വളരെയധികം സന്തോഷം തോന്നി. കത്തബ ഫുആദ് മുഫക്കിറൻ തിൽക്കല്ലയില, അന്ന് രാത്രി ഫുആദ് ഒരു മുഫക്കിറ, ഒരു ഡയറി എഴുതുകയാണ്. ആയിദ്ദൽ മുഫക്കിറ മിൻ ഹയാലിക്ക ബി മുസാദത്തിക്കാത്ത്, താഴെയുള്ള ഹിൻസുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ഡയറി എഴുതണം. എന്താണ് ഇവിടെ തന്നിട്ടുള്ള ഹിൻസ്? യോമുസുറൂർ ഫാദത്തിൽ ഐനാൻ ഹീനമാ ലഖീതു അബി ഇംതല കൽബി ഇന്ദമാ ഇസ്തലം തുസ്സാ സ്വാഫഹനി അബി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം, ഒരു ഡയറി എഴുതുമ്പോൾ അതിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാം. കം കാനത്ത് ഫറഹത്തി, എനിക്ക് എത്രത്തോളം സന്തോഷമായി. അല്ലയോം യോമ സുറൂർ ഫിസന, എന്താണ് ഈ വർഷത്തിലെ ഏറ്റവും നല്ല സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. ആദവാലിദി മിൻ ദുബൈ, എൻ്റെ ഉപ്പ ദുബായിൽ നിന്നും വന്നു. ഫാദത്ത് ഐനാനിഹീനമാ ലഖീതു അബി, ഞാൻ എൻ്റെ ഉപ്പയെ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു. വാംതലക്കൽ ബീബിൽ മസറ ഇന്ദമാ സ്ഥലമത്ത് സാ, എൻ്റെ ഉപ്പ എനിക്ക് തന്നപ്പോൾ എൻ്റെ ഹൃദയമൊക്കെ സന്തോഷം കൊണ്ട് തുളുമ്പി, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വസാഫഹനി അബീബിൽ മസറ, എന്താണ് എൻ്റെ ഉപ്പ ഈ ഒരു ഗിഫ്റ്റ് തന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും വളരെയധികം ഇതും തോന്നി. ഇക്കം കാണത്ത് ഫറാത്തി ഫി ഹയാത്തിൽ ഹാദ, എന്താണ് എനിക്ക് ഒരുപാട് സന്തോഷം, എത്രത്തോളം ആ സന്തോഷമായി എന്നുള്ളത് എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്താണ് ലാസ്റ്റ് ഫുആദ്. ഇപ്പം ഇത്തരത്തിലാണ് ഒരു മുഫക്കിറ നിങ്ങൾ തയ്യാറാക്കേണ്ടത്. 12ാമത്തെ ചോദ്യം നോക്കൂ. തർജുമൽ ജുംലൽ ആത്തിയ ഇലല്ലോ ആത്തിക്ക, നിങ്ങളുടെ ലാംഗ്വേജ് ഈ ഒരു താഴെ തന്നിട്ടുള്ള സെൻറ്റൻസ് തർജുമ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഖദീജ ദാരിസത്തു നഷീദ, എന്താണ് ഖദീജ ഉന്മേഷവതിയായ വിദ്യാർത്ഥിനിയാണ്. തദുർസു ഫിസ്വഫിൽ ആഷിർ, അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വഹിയ മഹബൂബത്തുൻ ലദയ്യൽ മുദർരിസീന വൽ ദാരിസീൻ, അവൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. 13 നോക്കൂ. ഇക്രത്തുൽ ഫിക്രത്തുൽ ആത്തിയ വാജിബൻ അസില, താഴെയുള്ള ഫിക്ര വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അസയ്യിദത്ത് തവക്കുൽ അബ്ദുസലാം കർമാൻ യമാനിയൻ ജിൻസിയൻ, എന്താണ് തവക്കുൽ അബ്ദുസലാം കർമാൻ എന്നുള്ളത് യമനി നാഷണാലിറ്റിയിലുള്ള ഒരാളാണ്. ഉൽദത്ത് ബിൽ യമനി സന അൽഫും വത്തി സുമിയാത്തിസ് വ സമ ഓനമീലാദിയ, അവർ ജനിച്ചിട്ടുള്ളത് യമനിൽ 1979 വയ്യ കാത്തിബത്തും വസുഹാഫിയ, അവർ ഒരു എഴുത്തുകാരിയുമാണ്, ഒരു ജേർണലിസ്റ്റുമാണ്. ഹസലത്ത് സയ്യിദ തവക്കുൽ കർമാൻ അല ജായിസത്തുൽ നോബൽ ലിസ്സലാമി സന അൽ അവർക്ക് ജായിസത്ത് നോബൽ കിട്ടിയത് എപ്പോഴാണ്? ഈ നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് 2011. 1ാമത്തെ ചോദ്യം. മത്താ ഉലിദത്ത് സയ്യിദത്ത് തവക്കുൽ കർമാൻ, എപ്പോഴാണ് തവക്കുൽ കർമാൻ ജനിച്ചത്? ഉലിദത്ത് ബിൽ യമൻ സന അൽഫും വ തിസ്ഉം വ സബഊന മീലാദിയ. ഇനി 2ാമത്തെ ചോദ്യം. മാ ജിൻസിയത്തു തവക്കുൽ കർമാൻ, തവക്കുൽ കർമാൻ്റെ ജിൻസിയ നാഷണാലിറ്റി ഏതാണ്? യമാനിയ അൽ ജിൻസിയ. ഓക്കെ, ഇനി ജീം നോക്കൂ. ഹസൽത്തു തവക്കുൽ കർമാൻ അല ജായിസ്തുൽ നോബൽ ലിസ്സലാം, അവിടെ ലിസ്സലാം എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യമാണ്. ലാഹിദ് ഷംസൽ മുഫ്രദാത്തി വായിദ് സലാസത്ത് ജുംല അൻ അദറാർ തദ്ഖീൻ, ഈ ഒരു തദ്ഖീനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു 4 സെൻറ്റൻസുകൾ, 4 ജുംലകൾ നിങ്ങൾ ഉണ്ടാക്കണം. 1ാമത്തെ മിസാൽ തന്നിട്ടുണ്ട്. അത്തദ്ഖീൻ യുദിറു റിഅ, ഇനി ഇവിടെ എന്തൊക്കെയുണ്ട്? അൽ റിഅ, അൽ കൽബ്, അൽ ഹൽക്ക്, അൽ അസ്നാൻ. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? അത്തദ്ഹീന് യുഫ്സിദുൽ അസ്നാൻ, നമ്മുടെ പല്ലുകളെ കേടുവരുത്തുന്നു. അത്തദ്ഹീന് യദുറുൽ കൽബ്, നമ്മുടെ ഹൃദയത്തിനെ എന്താണ് പറയുക, ഹൃദയത്തിനെ കാർന്നു തിന്നുന്നു. അത്തദ്ഹീന് സബബുൽ ലിസർത്താൻ അൽ ഹലക്ക്, നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഇത് കാരണമാകുന്നു. ഓക്കെ, ഇനി 15ാമത്തേത്. ഇക്രയിൽ ഫിത്ര വലാഹ് സ്വാലിഹ മക്കാന ഫാത്തിമ വക്തുബുഹ മാ തബ്ദീലാത്തിൽ ലാസിമ, ഇവിടെ ഫാത്തിമയെ കൊടുത്തിട്ടുണ്ട്. ആ ഫിക്ര നിങ്ങൾ ഫാത്തിമയെ മാറ്റി അവിടെ സ്വാലിഹാക്കി മാറ്റണം. ഫാത്തിമ ഷാബത്തുൻ ഫക്കീർ, എന്താണ് ഫാത്തിമ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ഒരു യുവതിയാണ്. അത് നമ്മളെങ്ങനെ മാറ്റും? സ്വാലിഹുൻ ഷാബുൻ ഫക്കീർ. ഓക്കെ, ഇനി തബിയു അൽ ഫവാക്കി ഹാഫിൽ മദീന, അവൾ പഴവർഗ്ഗങ്ങളെല്ലാം മദീനയിൽ കൊണ്ടുപോയി വിൽക്കാറുണ്ട്. അതെങ്ങനെയാക്കും? തെബിഒ എന്നുള്ളത് എബിഒ എന്നാവും അല്ലേ? എബിഒ അൽ ഫവാക്കി ഹാഫിൽ മദീന. ഇനി ലിബാസുഹ കദീം, അവരുടെ ഡ്രസ്സുകൾ വളരെ പഴയതാണ്. അപ്പോൾ ലിബാസുഹ എന്നുള്ളത് ലിബാസുഹു കദീം എന്നായിട്ട് മാറും. ഓക്കെ, ഇനി ബൽ ഹുവ മുബ്തസിമുൻ ദാഇമൻ, ബൽ ഹിയ മുബ്തസിമ ദാഇമൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ചേഞ്ചസുകൾ എന്ന് പറയുന്നത്.
ഇനി 16ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്റൽ ഫിത്രത്തിൽ ആത്തിയ വഇദ് സലാസത അസ്ഇല മിൻഹ. താഴെയുള്ള ഫിക്ര വായിച്ചിട്ട് 3 ചോദ്യങ്ങൾ ഉണ്ടാക്കണം. മാദ, ഐന, മൻ, മത്ത. ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കാനുള്ള വേർഡ്സ് എന്ന് പറയുന്നത്. ഫി സ്വബാഹ് ഹാദിയ സെമിയ ബുൽബുൽ കലാമൽ ജബലി വസ്സഹലി ഫഖത ഉനൈനി വസ്വാഹ ഇന്ന സൗതി അഹ്ല തഫത്തത്തിൽ വർദു ഹംറാഉ ഫിൽ വസ്തിൽ ഹഖ്ലി വകാലത്ത് അനാ റൗഉം വൈതുരി അജുവദ്. ഇത് നമ്മൾ പഠിച്ച പാഠഭാഗം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം? ഒന്നാമത്തെ ചോദ്യം മാസാ കാലത്ത് വർദ്ധത്തുൽ ഹംറാഗ്. രണ്ടാമത്തത് ഐന തഫത്തത്ത് വർദ്ധത്തുൽ ഹംറാഗ്. 3 മൻ സെമിയ കലാമുൽ ജബലി വസ്സഹൽ. ഒരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. മത്താ കഥ ഐനൈനിൽ ബുൽബുൽ. ഓക്കെ, അപ്പോൾ ഇത്രയും 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാം. ഇനി 17ാമത്തെ ചോദ്യം നോക്കൂ. ഇവിടെ എന്താണ്? ഇക്രൽ കലിമാത്തിലാത്തിയ വറത്തിബ് ജുംലത്തെ സ്വഹിഹ. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് സ്വാലിഹത്തുൻ അസ്മാ ബിന്ത് അബീബക്കർ ഫത്താത്ത്. ഇതിനെങ്ങനെ എഴുതാം? അസ്മാ ബിന്ത് അബീബക്കർ റളിയല്ലാഹു അൻഹ ഫത്താത്തുൻ സ്വാലിഹ. ഓക്കെ. ഇനി രണ്ടാമത്തത് നമുക്ക് എഴുതാം ലുക്ബത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ബിദാത്തിൻ നിതാഖീൻ. മൂന്നാമത്തത് ജഹസത് അസ്മാ റളിയല്ലാഹു അൻഹ ത്വആമൻ വസിക്കാഅൻ. ഓക്കെ, നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ കൂട്ടുകാർ ശരിക്കും തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് അജിബൻ സലാസത്ത് ഫഖദ്. ഏതെങ്കിലും 3 ഉത്തരം എഴുതിയാൽ മതി. റാജെ ജദ്വലെ വാജിബൻ അസില. താഴെയുള്ള ജദ്വല് ഈ ഒരു ടേബിൾ ശ്രദ്ധിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇതിലെ ഒന്നാമത്തെ ചോദ്യം അയിന മുലിത കൈലാസ് സത്യാർത്ഥിനി. എവിടെയാണ് കൈലാസ് സത്യാർത്ഥിനി ജനിച്ചത്? മധ്യപ്രദേശ്. മത്താ ഉളിത മുഹമ്മദ് സഹദ് ദബിൽ. എപ്പോഴാണ് മുഹമ്മദ് സഹദ് ദബിൽ ജനിച്ചത്? എപ്പോഴാണ്? 1944 ഓക്കെ. ജീമ് മാ ജിൻസിയത്ത് തവക്കുൽ അബ്ദുൽസലാം കർമാൻ. ഏതാണ്? യമാനിയ. മാ ഇസ്മുൽ ഫത്താത്തിൽ യമാനിയ. ആരാണ്? യമനി സ്ത്രീ ആയിട്ടുള്ളത് ആരാണ്? തവക്കുൽ അബ്ദുൽസലാം കർമാൻ. ഓക്കെ, അപ്പോൾ ജീമും ദാലും ഏകദേശം രണ്ടും സെയിം ആൻസർ തന്നെയാണ് വരിക. ഇനി 19 ഒയ്ദൽ മുദക്കിറ മിൻ ജുഹൂദ് അസ്മാ ബിന്ത് അബീബക്കർ ബി മുസാഅദത്തിൻ നിക്കാത്തിൽ ആത്തിയ. അസ്മാ ബിന്ത് അബീബക്കറിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു മുദക്കിറ, ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ദാത്തുൻ നിതാഖേനി തജ്ഹീസു ത്വഹാമി യൗമുൽ ഹിജ്സ അദ്ദഹാബ് അത്ത്വാം ഇല ഓറുസൗർ തസ്ലിയത്തുൽ അസ്മാ റളിയല്ലാഹു അൻഹു ജദ്ദഹ ഇജ്റതുഹ ഇല മദീന. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് തയ്യാറാക്കാം. യൗമൻ അറാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽ ഖുറൂജ് ഇല മദീന വജഹദത് അസ്മാ റളിയല്ലാഹു അൻഹു ത്വആമൻ വസിക്കാഅൻ വസക്കത്തത് നിതാഖഹ നിസ്ഫൈനി സുമ്മ റബതത് ബിഅഹ്ദിഹമ الكيس والثاني السكاك وقال النبي صلى الله عليه وسلم وبذلك بنطاقك هذا النطاقين في الجنة منذ ذلك الحين لقيت أسماء رضي الله عنها بذات النطاقين وهي هذه اليوم سلت أسماء رضي الله عنها جدها أبو قحافة بولاية الأحجار في الكوة ولما لبس النبي صلى الله عليه وسلم وصاحبه في الآر كانت ذهبت أسماء رضي الله عنها بالطعام إلى آر ثور في 3 ليال ولما اتهيد فرصة للهجرة فكانت أسماء رضي الله عنها حاملة كاملة بابنها. ഇത് നമ്മൾ പഠിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാത്തത്. നിങ്ങൾ ഓൾറെഡി ഇത് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ലക്കിയ ഫുആദ് വലദം മിസ്കീന വഹിയ യബിയുൽ അഖിയാസ് ഫിൽ മദീന വദാർ ബൈനഹുമാ ഹിവാർ. ഫുആദ് ഒരു പാവപ്പെട്ട കുട്ടിയെ കണ്ടു. അവന് അവന് കീശ വിൽക്കാനായിട്ട് മദീനയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഹിവാറാണ് നമ്മൾ എഴുതേണ്ടത്. ഫുആദ് പറയാണ് സ്വബാൽ ഹൈർ. അപ്പോൾ എന്താ വലുത് പറയാ? സ്വബാഹന്നൂർ. ഫുആദ് ചോദിക്കും മാസ്മുക്ക അന അഹമ്മദ്. ഫുആദ് പറയും മാതാ തഹ്മലു ഫിൽ റസിക്ക. എന്താണ് നിന്റെ തലയിൽ? അപ്പോൾ വലത് പറയും ഹാദി അക്കിയാസുൻ ലിയബി ഫി സൂക്ക്. ഇത് കുറേ കവറുകളാണ്, കുറേ കീശകളാണ് എനിക്ക് സൂക്കിൽ കൊണ്ടുപോയി വിൽക്കാനുള്ളതാണ്. കം തക്കത്തബസഫി യൗമി ഫി ഹാദിൽ അക്കിയാസ്. നിനക്കിത് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും? അപ്പോൾ വലത് പറയാണ് സലാസമിയ റൂബിയ. എനിക്കൊരു 300 രൂപയ്ക്കേ കിട്ടും. ഫുആദ് ഹൽ അബൂ കാല കീദുൽ ഹയാത്ത്, നിൻ്റെ ഉപ്പ ഇന്ന് ജീവിച്ചിരിക്കില്ലേ? നിൻ്റെ ഉപ്പ നിനക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ വലത് പറയാനില്ല മാത്ത വാലിദി കബലസ്ഥനത്തെ. എനിക്ക് എൻ്റെ ഉപ്പ 2 വർഷം മുന്നേ എനിക്ക് ഉപ്പ ഒഫാത്തായി എന്ന് പറയാണ്. ഫുആദ് ചോദിക്കാൻ അതിനെ തസ്കുന് വത്തനാം, നീ എവിടെയാണ് ഉറങ്ങുന്നതും താമസിക്കുന്നതും ഒക്കെ? അപ്പോൾ വലത് പറയാണ് കുന്ത് ഉസ്കുന് ഫിരി ആയ അമ്മി ബൽ, ഞാൻ എൻ്റെ അമ്മാവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പക്ഷേ
ഫാദ് ചോദിക്കും മാതാ എൻ്റെ കുല്ലി ഹൽ തുവാജിഹ ഈദായി മിനൽ അമ്മുക്ക ലാ തഹാഫക്, എന്തു പറ്റി നിനക്കവർ നീ നല്ല പോലെയല്ലേ അവിടെ നിൽക്കുന്നത്, നിനക്കവർ പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വലത് പറയാൻ നാം, എനിക്ക് പേടിയുണ്ട്. ദറബ്നി അൽ അമ്മു വത്തുറത്തിന് ഈ ഫിൽബായത്ത്, അവരെന്നെ അടിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഫുവാദ് ലാ തബക്കി, നീ കരയണ്ട, അനൗസായിദുക്ക, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. വലത് പറയാൻ ശുക്രൻ യാ ഹബീബി, പ്രിയപ്പെട്ടവനെ എനിക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മോഡൽ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ, എല്ലാവരും എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 21ാമത്തെ ചോദ്യം, ഇഖ്റ തർജുമൽ ഹയാത്തിൽ ഷായർ മുഹമ്മദ് സാദ് ദബൽ അബ്യ ഇസ്തിമാറത്താലിയ, താഴെയുള്ള ജീവചരിത്രം വായിച്ചിട്ട് നമുക്ക് എന്താണ് ഇസ്തിമാറയാണ്, ബയോഡാറ്റയാണ് ഉണ്ടാക്കേണ്ടത്. ഉളിത ഷായർ മുഹമ്മദ് ബിൻ സാദ് ദബൽ ബിൽ ഹരീഖ് ഫി മംലക്കത്തിൽ അറബിയ സൗദിയ സന അൽഫും വ തിസുമിയ അർബവും വ അർബഊന മീലാദിയ ജിൻസിയത്ത് സൗദിയ കാന ഷാഹിറുൽ മുഹാദിറൻ ബി ജമാഇ അൽ ഇമാം മുഹമ്മദ് ബിൻ സൗദ് അൽ ഇസ്ലാമിയ വമിൻ മുഅല്ലഫതിഹി മഷ്ഹൂറ അൽ ഇസ്ലാമിയാത്ത് ഹവാത്തിർ ഷായർ തുവഫി ഷായർ സന 2013 മീലാദിയ. അപ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളല്ലേ തന്നിട്ടുണ്ട്, ഇതിനൊക്കെ നമ്മൾ ഇസ്തിമാറയാക്കിയാൽ മാത്രം മതി. നമുക്ക് ഇസ്തിമാറ നോക്കാം. അൽ ഇസ്മുൽ കാമിൽ എന്താണ്, മുഹമ്മദ് ബിൻ സാദ് ദബൽ, ഫുൾ നെയിം മുഹമ്മദ് ബിൻ സാദ് ദബൽ. താരിഖുൽ മീലാദ്, അവർ ജനിച്ചത് എന്താണ്, ആസന അൽഫും വത്തിസോമിയ അർബവും അർബഊന മീലാദിയ. മക്കാനുൽ മീലാദ്, അവർ എവിടെയാണ് ജനിച്ചത്, ഹരീഖ്. ഓക്കെ, ഹരീഖിലാണ് അവർ ജനിച്ചത്. ഇവിടെ പറയുന്നുണ്ട് ബിൽ ഹരീഖ് ഫി മംലക്കത്ത് സൗദ് അറബിയ സൗദിയ. ഓക്കെ, ഇനി അൽ ജിൻസിയ, അവരുടെ ജിൻസിയ എന്താണ്, സൗദിയ. മിഹ്ന, അവരുടെ പ്രൊഫഷൻ എന്താണ്, മുഹാദിർ. മുഅല്ലഫാത്ത്, അവരുടെ മുഅല്ലഫാത്ത് കൃതികൾ ഏതൊക്കെയാണ്, അൽ ഇസ്ലാമിയ ഖവാത്തിർ ഷായിർ. ഇനി വഫാത്ത്, അവരെന്നാൽ മരിച്ചത്, 2013 അവർ മരിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ എല്ലാ കുട്ടികാരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.